ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസത്തിലെ രണ്ടാമത്തെ PSC ബുള്ളറ്റിനാണ്. ആദ്യത്തെ പാട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ. 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ഷാജി എൻ കരുൺ. 2023 പുരസ്കാരം 2024 നൽകിയത്. 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഷാജി എൻ കരുൺ. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയാണ് JC ഡാനിയൽ പുരസ്കാരം. അപ്പോൾ 2022 ലഭിച്ചത് ആരെയെന്ന് നോക്കിയാലോ? 2022 ലഭിച്ചത് TV ചന്ദ്രൻ, 2021 KP കുമാരൻ. അപ്പോൾ 2021 ആർക്കാണ്? KP കുമാരൻ, 2022 TV ചന്ദ്രൻ, 2023 ഷാജി എൻ കരുൺ. ഓക്കെ. IFFK ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത് ഹോങ്കോങ് സംവിധായികയായ ആൻ ഹൂയി. IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരത്തിന് അർഹനായത് ആർക്കാണ്? ഹോങ്കോങ് സംവിധായികയും നടിയുമായ ആൻ ഹൂയി. IFFKയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് ഓൾ വി ഇമാജിനാസ് ലൈറ്റിൻ്റെ സംവിധായിക പായൽ കബാഡിയയ്ക്ക്. IFFKയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത് ഓൾ വി ഇമാജിനാസ് ലൈറ്റിൻ്റെ സംവിധായികയായ പായൽ കബാഡിയയ്ക്ക്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ എന്ന ചരിത്രം എഴുതിയത് ഋഷിത ഋതു. ആദ്യമായി PhD നേടിയ ട്രാൻസ്ജെൻഡറാണ് ഋഷിത ഋതു. രണ്ടാമത് KT കൃഷ്ണവാര്യർ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ M ലീലാവതിക്ക്. KT കൃഷ്ണവാര്യർ പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ M ലീലാവതിക്ക്. തോപ്പിൽ ഫാസി ഫൗണ്ടേഷൻ്റെ തോപ്പിൽ ഫാസി അവാർഡ് ലഭിച്ചത് പെരുമ്പടവം ശ്രീധരന്. കുറച്ച് അവാർഡ്സാണ്. തോപ്പിൽ ഫാസി അവാർഡ് ലഭിച്ചത് പെരുമ്പടവം ശ്രീധരന്. KT കൃഷ്ണവാര്യർ പുരസ്കാരം ലഭിച്ചത് ലീലാവതിക്ക്. ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചത് ചിലിയുടെ മുൻ പ്രസിഡൻ്റായ മിഷേൽ ബാച്ചിലെ. 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ചിലിയുടെ മുൻ പ്രസിഡന്റ് മിഷേൽ ബാച്ചിലെ. 2023 ലഭിച്ചത് ആർക്കാണ്? ഡാനിയൽ ബാരൻഹോയും അലി അബു അവാദ്. 2 പേർക്കായിരുന്നു. ഇസ്രയേൽ പാലസ്തീനിലെ മനുഷ്യാവകാശ പ്രവർത്തകരാണ് ഡാനിയൽ ബാരൻഹോയും അലി അബു അവാദ്. 2 പേർക്ക്. 2024 ചിലിയുടെ മുൻ പ്രസിഡൻ്റായ മിഷേൽ ബാച്ചിലേക്ക് ലഭിച്ചത്. 5 ലക്ഷം രൂപയുടെ GD ബിർള അവാർഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ചിന് അർഹനായത് പ്രൊഫസർ സുബി ജേക്കബ് ജോർജ്. GD ബിർള അവാർഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ചിന് അർഹനായത് ആരാണ്? സുബി ജേക്കബ് ജോർജ്. കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ കലാനിധി പുരസ്കാരം ലഭിച്ചത് കവി പ്രഭാവർമ്മയ്ക്കും രവി മേനോനും. സിസ്റ്റർ ബെനീഞ്ഞ സാംസ്കാരിക സമിതിയുടെ ബെനീഞ്ഞ പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരന്. പെരുമ്പടവം ശ്രീധരന് 2 അവാർഡ് പറഞ്ഞു. ബെനീഞ്ഞ പുരസ്കാരവും പിന്നെ ഏതാണ്? തോപ്പിൽ ഫാസി പുരസ്കാരവും. ഇപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? JC ഡാനിയൽ അവാർഡ്, IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ്, പിന്നെ എന്താണ് തോപ്പിൽ ഫാസി പുരസ്കാരവും ബെനീഞ്ഞ പുരസ്കാരവും ലഭിച്ചത് പെരുമ്പടവം ശ്രീധരന്. JC ഡാനിയൽ അവാർഡ് 2021 ലഭിച്ചത് ആർക്കാണ്? KP കുമാരൻ. IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് ആൻ ഹൂയി. സ്പിരിറ്റ് ഓഫ് സിനിമ പായൽ കബാഡിയ. ഓക്കെ. അടുത്തത് ഇന്ത്യയുടെ ദൊമ്മരാജു ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ. ഗുഗേഷ് ചെസ് ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഗുഗേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം. ചെറുതുരുത്തി കഥകളി സ്കൂളിൻ്റെ P കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരം ലഭിച്ചത് MPS നമ്പൂതിരിക്കും MP സുരേന്ദ്രനും. ചെറുതുരുത്തി കഥകളി സ്കൂളിൻ്റെ P കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MPS നമ്പൂതിരിക്കും MP സുരേന്ദ്രനും. മലയാളിയായ സഹറുനുസൈബ കണ്ണനാരിയുടെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവലിന് ക്രോസ് വേർഡ് പുരസ്കാരം ലഭിച്ചു. മലയാളിയായ സഹറുനുസൈബ കണ്ണനാരിയുടെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവലിനാണ് ക്രോസ് വേർഡ് പുരസ്കാരം ലഭിച്ചത്. കുറച്ച് മലയാളികൾക്ക് നേരത്തെയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. രാധാകൃഷ്ണൻ പിള്ള, ജയശ്രീ കളത്തിൽ, സന്ധ്യ മേരി എന്നിവർക്കും പുരസ്കാരങ്ങളുണ്ട്. ഒഡീഷ സർക്കാർ നൽകുന്ന ഒഡീഷ ഭരതമുനി ഫൗണ്ടേഷൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഭരതമുനി ദേശീയ പുരസ്കാരം ലഭിച്ചത് സൂര്യ കൃഷ്ണമൂർത്തിക്ക്.
2034 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാകുന്നത് സൗദി അറേബ്യ. 2026 ചോദിച്ചു കഴിഞ്ഞായിരുന്നു. USA, കാനഡ, മെക്സിക്കോ. 2030 പോർച്ചുഗൽ, സ്പെയിൻ, മൊറോക്കോ. 34 സൗദി അറേബ്യ. 38 പ്രഖ്യാപിച്ചിട്ടുണ്ട് മോർദോർ. ഓക്കെ. 2020 ക്രിക്കറ്റിൽ 28 പന്തിൽ സെഞ്ചുറി തികച്ച് ഇന്ത്യക്കാരൻ്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കി ഉർവിൻ പട്ടേലും അഭിഷേക് ശർമ്മയും. ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തിനായി 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കി ന്യൂസിലാൻഡിൻ്റെ കെയ്ൻ വില്യംസൺ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ന്യൂസിലാൻഡിൽ 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ന്യൂസിലാൻഡിൻ്റെ ക്രിക്കറ്റ് താരമാണ് കെയ്ൻ വില്യംസൺ. സയ്യിദ് മോദി ബാഡ്മിൻ്റൺ സൂപ്പർ സീരീസ് ടൂർണമെൻറ്റിൽ കിരീടം ചൂടിയത് PV സിന്ധുവും ലക്ഷ്യ സെന്നും. വനിതാ ഡബിൾസിൽ മലയാളി താരം ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചേർന്ന സഖ്യം ജേതാക്കളായി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അധ്യക്ഷൻ ജയ് ഷാ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റിൽ സിക്കിമിനെതിരെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് റെക്കോർഡിട്ട ടീം ബറോഡ ടീം. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റിൽ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് റെക്കോർഡിട്ടത് ബറോഡ ടീം. ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായത് ബെലാറസിൻ്റെ ആര്യാന സബലെങ്ക. ഈ വർഷത്തെ ഏറ്റവും മികച്ച വനിതാ ടെന്നീസ് താരം ആരായിരുന്നു? ആര്യാന സബലെങ്ക. പുരുഷ താരം ആരാണ്? ജാനിക് സിന്നർ. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ മലയാളി താരം നിഹാൽ സരീന് കിരീടം. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ മലയാളി താരം നിഹാൽ സരീന് കിരീടം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. 51ാമത് സുപ്രീം കോടതി CJ ആരായിരുന്നു? സഞ്ജീവ് ഖന്ന. പുതിയ CAG ആരാണ്? സഞ്ജയ് മൂർത്തി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. CAG സഞ്ജയ് മൂർത്തി. 51ാമത് സുപ്രീം കോടതി CJ സഞ്ജീവ് ഖന്ന. 26ാമത് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. ജാരദ് ഐസക്മാനെ നാസയുടെ പുതിയ മേധാവിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. ജാരദ് ഐസക്മാനെ പുതിയ നാസയുടെ മേധാവിയായിട്ട് നാമനിർദ്ദേശം ചെയ്തതേ ഉള്ളൂ. നിലവിൽ ബിൽ നെൽസൺ തന്നെയാണ്. മുഹമ്മദ് അൽ ബഷീറിനെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു. മുഹമ്മദ് അൽ ബഷീറാണ് സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രി. കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്തുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ മൗസം. ചെന്നൈയിലും പുതുച്ചേരിയിലും ദുരിതം വിധിച്ച ചുഴലിക്കാറ്റ് ഫെയ്ഞ്ചൽ അഥവാ ഫെങ്കൽ ചുഴലിക്കാറ്റ്. 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പെയ്ഡെക്സ് സാങ്കേതികവിദ്യ പരീക്ഷിക്കാൻ സജ്ജമായി ഇന്ത്യ. ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ 3 വിക്ഷേപണം വിജയകരം. സൂര്യൻ്റെ ഏറ്റവും ചൂടേറിയതും പുറമേയുള്ള പ്രഭാവലയവുമായ കൊറോണ പാളിയെപ്പറ്റി പഠിക്കുന്ന ദൗത്യമാണ് പ്രോബ 3. അത് വിജയിച്ചു. നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലാണ് INS തുഷീൽ. നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ എന്താണ്? INS തുഷീൽ. ഖർഗ എന്ന പേരുള്ള കമിക്കാസി ഇനത്തിൽപ്പെട്ട അത്യാധുനിക ചാവേ ഡ്രോൺ വികസിപ്പിച്ച് ഇന്ത്യ. ഖർഗ എന്ന പേരുള്ള കമിക്കാസി ഇനത്തിൽപ്പെട്ട അത്യാധുനിക ചാവേ ഡ്രോൺ. കമിക്കാസി അഥവാ കമിക്കാസെ എന്ന് പറയും. അതിൻ്റെ അർത്ഥം സ്വയം കുരുതി നൽകുക. 2ാം ലോക മഹായുദ്ധത്തിലാണ് ആദ്യമായി ഉപയോഗിച്ചത്. അതിനകത്തുള്ള പൈലറ്റ് ഉൾപ്പെടെ നശിപ്പിക്കുന്ന റോക്കറ്റായിരുന്നു കമിക്കാസെ ഇനത്തിൽപ്പെട്ടത്. ഇത് ഡ്രോണാണ്. ചാവേ ഡ്രോൺ എന്ന് വെച്ചാൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ആ ഡ്രോൺ ലക്ഷ്യസ്ഥാനത്തേക്ക് പതിപ്പിച്ച് ഡ്രോൺ ഉൾപ്പെടെ നശിച്ചു പോകും. അത് വികസിപ്പിച്ച് ഇന്ത്യൻ സൈന്യം. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ. ഗൂഗിളിൻ്റെ പുതിയ കമ്പ്യൂട്ടർ ചിപ്പിൻ്റെ പേരെന്താണ്? വില്ലോ. മാധവ് ഗാഡ്ഗിലിന് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരം. UNEP ചാമ്പ്യൻ ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിൽ. 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം നിവേദിത ബാനർജി സംവിധാനം ചെയ്ത ഇന്ത്യൻ ചിത്രമായ ദ കുംബയ സ്റ്റോറിക്ക്. 13ാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ദ കുംബയ സ്റ്റോറി, ഡയറക്റ്റഡ് ബൈ നിവേദിത ബാനർജി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ടൈം മാഗസിൻ 2024 പേഴ്സൺ ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ടൈം മാഗസിൻ്റെ 2024 പേഴ്സൺ ഓഫ് ദ ഇയർ ആരാണ്? ഡൊണാൾഡ് ട്രംപ്. ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക ജെമിനി 2.0 പുറത്തിറക്കിയത് ഗൂഗിൾ.
കർണാടകയിലെ മുൻ മുഖ്യമന്ത്രി കുറച്ച് വിയോഗമാണ്. കർണാടക മുൻ മുഖ്യമന്ത്രി എസ് എം കൃഷ്ണ അന്തരിച്ചു. നിരൂപകനും ചരിത്ര പണ്ഡിതനുമായ ചമ്പുക്കാവ് പ്രൊഫസർ എം ആർ ചന്ദ്രശേഖരൻ അന്തരിച്ചു. പുതുച്ചേരിയുടെ മുൻ മുഖ്യമന്ത്രി MDR രാമചന്ദ്രൻ അന്തരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിസംബർ മാസത്തിലെ ബുള്ളറ്റിൻ. എന്തൊക്കെയാണ് പഠിച്ച വിയോഗങ്ങൾ? പിന്നെ ഖർഗ എന്ന കമിക്കാസി ഡ്രോൺ വികസിപ്പിച്ചു. ഖർഗ ഇമ്പോർട്ടൻ്റ് ആണ്. ഗൂഗിളിൻ്റെ പുതിയ കമ്പ്യൂട്ടർ ചിപ്പ് വില്ലോ. ചെന്നൈയിലെ ചുഴലിക്കാറ്റ് ഏതായിരുന്നു? ഫെയ്ഞ്ചൽ. റിസർവ് ബാങ്കിൻ്റെ ഗവർണർ, സുപ്രീം കോടതി CJ പുതിയ CAG പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാനിലാണ് നടന്നത് പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ കിരീടം നേടിയത് മലയാളി താരം നിഹാൽ സരീൻ. മികച്ച ടെന്നീസ് താരമാരാണ്? ആര്യാന സബലേങ്ക. പുരുഷ താരം ജാനിക് സിന്നർ. ഇത്രയേ ഉള്ളൂ. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഫോർ മൈ ചാനൽ.